ഹലോ. ഹലോ, ആ എന്തുണ്ട്? ഇന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് വിളിക്കൂലെന്ന്. ആ, വിളിക്കണല്ലോ, അത് കുറച്ച് ലേറ്റ് ആയി പോയി. അതായത് ഉം, ഉച്ചക്ക് ഉം, കുറച്ച് പണി ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ ഭക്ഷണം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെ ഉം, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത്രയും സമയമായി. എന്നിട്ടാണ് വിളിച്ചിട്ട് പിന്നെ നീ ഉം, വിചാരിക്കൂലേ ഞാനും വിചാരിച്ച് എന്ത്? വിളിക്കുന്ന സമയമായിട്ടും വിളിക്കാതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കിടന്നു കുറച്ച് നേരം. ഭക്ഷണം കഴിച്ചിട്ട് ഉം. പറഞ്ഞ ഭക്ഷണം കഴിച്ച്. ഉച്ച ഉറക്കം ദിവസം ഉറങ്ങുന്നത് അത്ര നല്ലതല്ല, കൂടുതൽ ഉറങ്ങുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ എന്നാ വേണ്ട ഞാൻ. ഉറക്കൽ തന്നെയാ. നിങ്ങൾ വിളിക്കൊന്നുമില്ല. അതുകൊണ്ട് അല്ല, ഉറങ്ങുന്നതല്ലല്ലോ. ഉച്ചക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ശരിക്കും ഒരു ഉം, 10-20 ഒരു അരമണിക്കൂർ കിടക്കാം. സൗന്ദര്യം കൂടുന്ന് പറയുന്നുണ്ട്. ഉം. സൗന്ദര്യം കൂടിയാണല്ലേ. ആർക്ക് നിങ്ങൾക്ക് ഇത്ര സൗന്ദര്യം അല്ലേ? അനക്കല്ല, നിനക്ക് സൗന്ദര്യം കൂടുമ്പോന്നല്ലോ നല്ലേ. പെണ്ണുങ്ങൾക്ക് മാത്രമേ സൗന്ദര്യം കൂടൂ? പെണ്ണുങ്ങൾക്ക് അതല്ല, ഉറങ്ങിയാലും നമുക്ക് പിന്നെ അങ്ങനെ കിടന്നുറങ്ങാൻ സമയമില്ലല്ലോ. ഉം, ഒരു ഉറങ്ങാൻ എന്തായാലും കഴിയില്ല. ഇത് ഭക്ഷണം കഴിച്ചിട്ട് ഇവന്മാരായിട്ട് രണ്ട് തമാശയും കാര്യങ്ങളും പറയുമ്പോൾ സമയം പോകും. ഉം. നിങ്ങൾ കഴിച്ചാ? ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വിളിച്ചേ. പിന്നെ ഉം, നേരം വരുന്നത് മറ്റേ ഞാൻ നിന്നെ വിളിച്ചിട്ടല്ലേ കഴിക്കാൻ നിൽക്കില്ല. പക്ഷെ ഇന്ന് പോയി. ഉം, പിന്നെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഉം. വേറെന്തായാലും ഇന്നലെ ഞാന് ഫോൺ വിളിച്ചപ്പോൾ കിടന്നുറങ്ങിയത്. ഇന്നലെ ഫോൺ വിളിച്ച് കഴിയുമ്പോഴേ 11 മണി കഴിഞ്ഞല്ലേ. പിന്നെ ആ ഞാൻ ലേറ്റ് സമയം ആയിട്ടില്ലേ? നോക്കിയേ. നീ വർത്താനം പറഞ്ഞ് ഞാൻ പിന്നെ ഉണ്ട്. ഫോണ് വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നീ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഉം. ഞാന് ഇപ്പുറം ഉം. നോക്കുമ്പോ നമ്മളെ മറ്റേ ചങ്ങായി ഉം. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിക്കുന്നു. എന്തിന്? ഫോൺ ചെയ്യും പോലെ. ഫോൺ ചെയ്യുന്നതാണെന്ന് അറിയില്ല അവന്റെ. പക്ഷെ അങ്ങനെ ഉം. ഫോൺ ചെയ്യുന്നതൊന്നും കാണില്ല. ഫോൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ വീടിന്റെ ആ ഭാഗത്ത് കുറച്ച് നടക്കുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. ഉം. ഞാൻ കണ്ടേരം അമ്മൂട്ടിക്ക് എന്നോട് കളിയുണ്ടാ? അറിയില്ല. ഞാൻ കണ്ടേരം എന്നോട് കൈകൊണ്ട് എന്തോ ഒരു ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് ഇരിപ്പി. ഉം. ഉം. അതുകൊണ്ട് എന്നിട്ട് അപ്പോൾ ഉം. ഉറങ്ങിയാ? ഞാൻ ഫോൺ വിളിച്ച് നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അപ്പാടെ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ണും വെച്ച് കടന്നു. ഉം. ഞാൻ മാത്രമല്ല, എന്റെ ഇപ്പം കണ്ണു വെച്ച് കിടക്കാൻ പിന്നെ നമ്മളെ ചങ്ങായി ഉണ്ട്. ഇന്നിപ്പോ ചങ്ങായി മാറില്ലേ? ആ ചങ്ങായി അല്ല, നമ്മളെ ഉം. സ്വന്തം ചങ്ങായി. ഒപ്പരം കളിക്കാൻ പോയിരുന്ന ചങ്ങായി. അല്ല, നിങ്ങളെന്തിനാ പിന്നെയും ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നത്? ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും വന്നിനാ? ആ ഞാൻ ഇപ്പോഴും കിടന്നിട്ടില്ലേ? വന്നിനല്ലോ. ഫോൺ വിളിച്ചിട്ടാ ആ ഒളി കടന്നു. അങ്ങനെ നീ വന്നീന്ന്. നീയല്ലേ പറഞ്ഞ ഫോണ് വിളിച്ചപ്പോൾ ഉറങ്ങി. അതെ. അല്ല, നിങ്ങള് വന്നിനി. അതെ. ഉം. ഏ? ഞാൻ വരാനോ? ആ ഞാനിപ്പോൾ ഇവിടെ കിടന്നുറങ്ങില്ലേ ഇതിന്. പിന്നെ ഞാൻ ഫോണൊന്നും വിളിച്ചിട്ടില്ല. ഫോണില് നിങ്ങൾ നേരിട്ട് വന്നിട്ടില്ലേ? നേരിട്ട് വരാനാ? ഉം. ഇപ്പൊ ഇന്നലെയാ? ആ ഫോൺ വിളിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? അനക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നേരിട്ട് വന്നിട്ട് 5 കളിച്ചിട്ടില്ലേ നീ കൂട്ടിയിട്ട്? ഇന്നലെയാ? കള്ളത്തരം പറഞ്ഞതാ? ശരിക്കും പറ. നീ എന്തെന്നാ പറയുന്നത്? ഉണ്ട് ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും ദൂരെ ഞാനെങ്ങനെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് വന്നാൽ പോലും എത്തൂലല്ലോ. എന്നാ നിങ്ങൾ വന്നി. ഇന്നലെയാ? ഉം. അതെന്തെന്നാ പരിപാടി? നീ ഓർമ്മയില്ല? ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. അനക്കോർമ്മയില്ല. ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ എങ്കിലും വീഡിയോ കോൾ വന്നിരുന്നെങ്കിൽ പറയായിരുന്നു. ഇന്നലെ വീഡിയോ കോളൊന്നും ഇല്ലല്ലോ. ഒന്നുമല്ല, ഞാൻ ഫോണ് വിളിച്ച് കട്ട് ചെയ്ത് ഞാൻ ഉറങ്ങുമ്പോ നിങ്ങൾ വന്ന് നിങ്ങൾ
കളിച്ച്. നിന്നെയും കൂട്ടി ഞാൻ ഇന്നലെ കളിച്ചെന്നോ? ആ മോളെ, നീ ഉള്ളതന്നെ ഈ പറയുന്നത്? ഞാനുള്ളതാ പറയും, നിങ്ങൾ കള്ളത്തരം പറയുന്നു. ഇന്നലെ അന്നെപ്പോലത്തെ ആരും അവിടെ വന്നിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളെ പോലത്തെ ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ആര് വന്നിട്ട്? നിങ്ങളെന്നെ വന്നേ. പിന്നെ നീ ആരപ്പുറം കളിച്ചെന്നാ പറയുന്നത്? നിങ്ങളൊന്നിച്ചെന്നെ. നീ പോയ ഞാൻ ഇന്നലെ നിന്നെയും വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. അതൊന്നുമല്ല, സത്യമായിട്ടും വന്നി. എന്നിട്ട് ഞാനും നിങ്ങളും കളിച്ചതല്ലേ, എനിക്ക് ഓർമ്മയില്ലേ? ഉറപ്പായിട്ട് നീ ഉള്ളതിനെ പറയുന്നത്? നീ അന്ന തമാശയാക്കല്ലേ? തമാശയിലാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ സംഭവിക്കുവാ? എനിക്ക് ആദ്യം മനസ്സിലാകാതെ. അങ്ങനെ സംഭവിച്ച് ഇന്നലെ രാത്രി. അതാ ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് ഓർമ്മയില്ലാന്ന് ചോദിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നോ? നീ തായാലും അച്ഛൻ മേടിച്ചോണ്ട് അച്ഛൻ ഒന്നും എടുത്ത് കുടിച്ചിട്ടൊന്നുമില്ലല്ലോ? അച്ഛൻ മറ്റേ ഇതിന് കൊണ്ടാക്കുന്ന വെള്ളമില്ലേ, മറ്റേ എന്താ പറയാ, ഇത് നമ്മളെ അമ്പലത്തിനൊക്കെ കൊണ്ടാക്കുന്ന ഒരു സൈസ് വെള്ളം, അതെടുത്ത് കുടിച്ചിട്ടില്ലല്ലോ? പിന്നെന്നാ എനിക്ക് പറ്റിയേ? നിങ്ങൾ വന്ന് നമ്മള് കളിച്ച്. എന്നിട്ട് നന്നായിട്ട് കളിച്ച്. പിന്നെ നമ്മള് കല്യാണത്തിന് കളിച്ചില്ലേ, അതുപോലത്തെ കളി. കല്യാണം കഴിഞ്ഞ് അന്ന് കളിച്ച അതേ കളിയാ? അത് ശരി. ഓർമ്മയില്ല? ആ കളി എനിക്ക് ഓർമ്മയുണ്ട്. ആ കളി നമ്മള് ഫസ്റ്റിലത്തെ കളിയല്ലേ? അല്ല, ഇന്നലത്തെ ഓർമ്മയുണ്ടോ? ഇന്നലത്തെ ഓർമ്മയില്ല. ആദ്യത്തെ കളി, ഫസ്റ്റിലത്തെ കളി നല്ല ഓർമ്മയുണ്ട്. അത് ജീവിതത്തിൽ മറക്കാത്ത കളിയായി. ലൈറ്റെല്ലാം ഇട്ടിട്ട് നേരം വെളുക്കോളം കളിച്ചല്ലേ? അതുപോലൊരു കളി ഇന്നലെയും കളിച്ചു നമ്മൾ. ഇന്നലെയും കളിച്ച? അതാ ഞാൻ ചോദിച്ചത്. നീ പനിക്കുള്ള മരുന്നൊന്നും കുടിച്ചില്ല? പനിക്കുന്നുണ്ടേനോ ഇന്നലെ? ഇല്ലല്ലോ. തണുപ്പൊന്നും പിടിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും പനീന്റെ ഗുളിക കുടിച്ചിനാ? ഇല്ല. പിന്നെ എങ്ങനെയാ ഞാനവിടെ വന്നതായിട്ട് എനിക്ക് തോന്നിയേ? ഞാന് തോന്നിയൊന്നുമല്ല, തന്നെയാണ്. എന്നിട്ട് കൊറേ നേരം ഞാൻ ഉണ്ടായിരുന്നു ഒരുമിച്ച്. പിന്നെ കളിച്ച് നേരം വെളുക്കുന്നവരില്ലേ കളിക്ക്. ശരി. എന്നിട്ട് നേരം വെളുത്തരം ഉണ്ടായിരുന്നോ? നേരം വെളുത്തരം പിന്നെ കണ്ടില്ല. നേരം വെളുത്ത് ഞാനങ്ങ് നോക്കിയില്ലേ, വേർത്ത് കുളിച്ച് ഞാനിങ്ങനെ കിടക്കുന്നു. കളിയെല്ലാം കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ചിട്ട് നീ അവിടെ കട്ടുമുറി കിടക്കുന്നു? കിടക്കുന്നു. അപ്പൊ നിങ്ങൾ പോയി. ഞാനപ്പോഴും കളി കഴിഞ്ഞിട്ട് പോയി. എന്നെ കണ്ടിട്ടില്ല, പിന്നെ നീ സംസാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അത് ശരി. അപ്പൊ സ്വപ്നത്തിലുള്ള കളി ചെയ്യുന്നു അല്ലേ? അറിയില്ല, അത് ശരിക്കുള്ള കളികൾ തന്നെയുണ്ട്. നമ്മൾ ഏത് കോർട്ടെന്നാ കളിച്ചേ? ഏത് കളിക്കളത്തുനിന്നാ നമ്മള് കളിച്ചേ? അത് നമ്മൾ സാധാരണ കളിക്കുന്നേ അതേ കളത്തൊന്നു തന്നെയാ? അത് ശരി. ഞാനെന്നാ വിചാരിച്ചെന്നറിയാവോ, നീ ഇനി പുറത്തുനിന്ന് പറയാരെങ്കിലും കൂട്ടി കളിച്ചോന്നായിരുന്നു എന്റെ സംശയം. ബുദ്ധി പോയിട്ട് എന്നെ പോലത്തെ ആരെങ്കിലും എന്റെ അതേ മോഡലാക്കി വന്നിട്ട് പിന്നെയും കൂട്ടിട്ട് കളി കളിക്കാന്ന് വെച്ച് നന്നായി കളിച്ച് തളർന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോ ഞാനില്ല. എങ്ങനെയാണോ ഞാനങ്ങനെ വിചാരിച്ചു പോയേ? അങ്ങനെയൊന്നല്ല. ഞാൻ വേറെ കളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കേട്ടാ ഞാൻ ആദ്യം എങ്ങനെ വിചാരിച്ചു, പിന്നെ അതെനിക്ക് തോന്നിയത്. രാവിലെ എണീറ്റ് നോക്കുമ്പോ പാടില്ല പറഞ്ഞാലും അപ്പൊ സ്വപ്നത്തിലുള്ള കളിയായിരുന്നു ഓർമ്മിച്ചത്. അടിപൊളി കളിയാണ്. അതേതായാലും നന്നായി. കളി കഴിയുമ്പോഴത്തേനും ഞാൻ പറയണ്ടേ,
വെള്ളത്തിലിട്ട മറ്റേ ഇതുപോലെ. അപ്പൊ ശരിക്കും നമ്മൾ രണ്ടാള് കളിക്കുന്ന അതേപോലെ കോർട്ട് ഓടി നടന്നിട്ടുള്ള കളി തന്നെയായി അല്ലേ? പിന്നെ എനിക്കെന്താ വേണ്ടേ? ഗോളടിച്ചിനൊന്നും സംശയം. ഗോളടിച്ചിട്ടില്ലേ? വേർത്ത് പിന്നെ ഗോളെല്ലാം അടിച്ചിട്ടുണ്ടാവും. തളർന്ന് ഇട്ടുണ്ടാവും. എന്തായാലും നന്നായി. എനിക്ക് അങ്ങനെയെങ്കിലും കിട്ടിയല്ലോ ഒരു ഭാഗ്യം. ഞാൻ വിചാരിച്ച അതങ്ങനെ. ഞാൻ ഇന്നലെ ഫോണും വിളിച്ച് ഇങ്ങനെ മാനം നോക്കി ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം എങ്ങനെയോ അങ്ങ് ഉറങ്ങിപ്പോയി. ഞെട്ടിയപ്പോ നിങ്ങളെ വിളിച്ച് പറയണം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഉച്ചക്ക് വിളിക്കുമ്പോ പറയാം. ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചേ പുതിയ കളിക്കാരൻ വന്നോന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു. എനിക്കൊരു സന്തോഷം അത്രയും വന്നിനി. എനിക്ക് മാത്രമല്ല സന്തോഷം. നിങ്ങൾക്കും അങ്ങനെ കാണാലോ കളി. അങ്ങനെ കാണാൻ പറ്റില്ല. അതെല്ലാം പല സമയത്ത് കിട്ടുന്നതല്ലേ, അങ്ങനെ സ്വപ്നത്തിലൊക്കെ കിട്ടുന്നു. അത് രണ്ടാളും കൂടി കളിക്കുന്നത് ഇങ്ങനെ ഓർമ്മിച്ചിട്ട്